ചിന്തിക്കുകയും ചെയ്ത ഒരു കലാകാരനാണ് താങ്കൾ. ആ ഒരു നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ബേസിക്കലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരു നാട്ടിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. പറയുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താമെന്ന് പറയുമ്പോഴും പുറമെ പറഞ്ഞൊരു ഡയലോഗേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യത്തോടെ എടുക്കുമ്പോഴേക്കും നേരെ മറിച്ചായിരിക്കും സംഭവിക്കുന്നത് പല കാര്യങ്ങളും. ഇപ്പം സിനിമയുടെ കേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് സിനിമ റിലീസ് ആകാൻ പോയപ്പോഴും അതിന്റെ ഒരു പേരിന്റെ പേരിൽ സെൻസർഷിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഇഷ്യൂസ് നടക്കുന്നതാണ്. അപ്പം ശരിക്കും ഒരു കലാകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മേക്കറെ സംബന്ധിച്ച് ഈ ചാലഞ്ചസ് എങ്ങനെയാണ്? ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തൊക്കെ കടമകളാണ് നടക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പണ്ട് പേരുകൾ ഇടുമ്പോ എനിക്ക് തോന്നുന്നു എന്താണ് അതിന്റെ ഇഷ്യൂ ആയത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താണ് ഞാനിങ്ങനെയുള്ള പേര്, അല്ലാതെ സീതാദേവിയുടെ പേരായതുകൊണ്ടാണ് അല്ലേ? അപ്പൊ നമ്മൾ പണ്ട് പോലെ നമുക്കറിയാം, ഇപ്പം എല്ലാ മതത്തിലും ഈ പിന്നെ ദൈവങ്ങളുടെയോ പുണ്യാക്കന്മാരുടെയൊക്കെ പേരായിരിക്കും ഇടുക അല്ലേ? ഇപ്പോ ഇവിടെ എല്ലാം അല്ലേ, മേരി, ഈശോ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ക്രിസ്ത്യനില്ല, മറ്റേ ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ഉണ്ട്. എനിക്കൊന്ന് മലയാളത്തിൽ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളിലും ലാലേട്ടനായാലും മമ്മൂക്കയായാലും ചെയ്തേക്കുന്ന എല്ലാ വേഷങ്ങളിലും ഒരു ദൈവത്തിന്റെ പേര് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളുകളുടെ പേര് തന്നെയാണ്. ഞാനും ഒരു ദൈവത്തെ ജോണോ ജോണി എന്നൊക്കെ ആയിരിക്കും, ഫ്രാൻസിസ് എന്ന എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പൊ അല്ലേ, അപ്പൊ ഇത് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഭയങ്കര കുഴപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ബിജു, അരുൺ, റോണി, അങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ. അങ്ങനെ പേരുകൾക്ക് വേണ്ടി ഒരു സൈറ്റിനെ തുടങ്ങും. ഇവരുടെ ഒന്നും അല്ലാത്ത പേരുകൾ, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ എന്നും പറഞ്ഞൊരു സൈറ്റ് തുടങ്ങും. നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒന്ന് കീമോ ചെയ്യണം, അല്ലെ കരിക്കണം, അല്ലെ മരിക്കണം, അത്രയേ ഉള്ളൂ. അനുഭവിക്കുക, വേറൊന്നും പറയാനിരിക്കില്ല. ചിന്തിക്കുക, പ്രതികരിക്കുക, അല്ല എന്നാ പറയണം. പക്ഷെ അവിടെ തന്നെ ആരായാലോ ആരായിട്ട് വലിയ പ്രതികരിക്കുക തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ വലിയ കുഴപ്പമല്ലേ, ഭയങ്കര പൊട്ടത്തരമല്ലേ. എന്തായാലും അരുണും റോണിയൊക്കെ സേഫാ. ഓക്കെ. ചേട്ടൻ പറഞ്ഞല്ലേ, ഒരു സീനിയർ ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്ന ഡോക്ടർ പ്രവീൺ നമ്മളുടെ പേര്. പുള്ളിയുടെ വീട്ടിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളോട് പോയി കഴിഞ്ഞപ്പോൾ പട്ടി കിടന്ന് ഭയങ്കര കൊല, അതിനുശേഷം പട്ടി കിടന്ന് ഭയങ്കര കൊല. പുള്ളി കൊങ്കണിയാണ്. പുള്ളി വന്നിട്ട് എന്തോ പട്ടി എടുത്ത് പറഞ്ഞു, മറ്റേ അൽക്കോ രണ്ടു തവണ പറഞ്ഞു. അപ്പൊ പട്ടി കുറെ നിർത്തുന്നില്ല. അപ്പൊ പുള്ളി ആകെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നു, പുള്ളി പട്ടി കുറെ നിർത്തുന്നില്ല. പുള്ളിയുടെ അച്ഛൻ എന്തോ വന്നു. ഇവര് തമ്മിൽ വീണ്ടും കൊങ്കണി സംസാരിച്ചു. എന്തോ സംസാരിച്ചു പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ പ്രവീണിന്റെ ഫാദർ പെട്ടെന്ന് വെച്ചാല് റോണി നിർത്തി. കാരണം പട്ടിയുടെ പേര് റോണി എന്നായിരുന്നു, മനസ്സിലായി. അപ്പോ റോണിയൊക്കെ ഡേഞ്ചറാ. റോണി ബിജു സേഫ് ഒന്നല്ല, റോണിയൊക്കെ ഡേഞ്ചറാ. റോണി, റോക്കി, ടിപ്പു ഒരു അല്ല പറഞ്ഞത്. പേരിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോ ചില പ്രാവുകൾക്ക് ഞാൻ എന്റെ സുഹൃത്തിന്റെ ഒരു പ്രാവിനെ ജാനകി എന്ന് കേട്ടിട്ടുണ്ട്, മസക്കലി എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളിത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സീതാദേവിയുടെ പേര് ജാനകി എന്നുള്ള പേര് ഇടാൻ പാടില്ല, ആ പര്യായങ്ങൾ ഇടാൻ പാടില്ല. നമുക്ക് എന്താ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തൊക്കെ ചെയ്ത് ജോണിച്ചേട്ടൻ പറയുന്നില്ല. നീ വെറുതെ വളച്ചൊടിക്കല്ലേ, നിനക്ക് ഇഷ്ടം പോലെ നീ കാര്യങ്ങൾ പറഞ്ഞു.